വന്നപ്പോഴല്ലേ ഇത്തരത്തിലുള്ള ദർഗകളിലേക്ക് ആളുകൾ പോയത്. തന്റെയുമല്ല, നിങ്ങൾ കണ്ടോ, ഇവരുടെ തന്നെ മാസികയിൽ നിന്ന് വായിക്കട്ടെ. അതാ ഇബ്രാഹിം ബാദിഷയുടെ ആ മക്ബറയുടെ ഭാഗത്ത് പോയിട്ട് ഒരു റിപ്പോർട്ടർക്ക് കിട്ടിയ വർത്തമാനം കേൾക്കണ്ടേ. അവിടെയുള്ള ആ ദർഗയുടെ പൂജാരിയോട്, അതെന്റെ ഭാഷയാണ്, ആ ദർഗയുടെ നടത്തിപ്പുകാരനോട് ഈ പത്രത്തിന്റെ വ്യക്തി ഒരു ചോദ്യം ചോദിക്കുന്നു. എന്താണ് ചോദ്യമെന്ന് കേട്ടോളൂ. ഇവിടെ മക്ബറകൾക്ക് മുമ്പിൽ ആളുകൾ സുജൂദ് ചെയ്യുന്നതായി കാണുന്നു, ഇത് അനിസ്ലാമികമല്ലേ? ഇബ്രാഹിം ബാദിഷയുടെ ദർഗയിൽ ആളുകൾ സുജൂദ് ചെയ്യുന്ന രംഗം കണ്ടപ്പോ ഈ മാസികയുടെ ഈ അഭിമുഖം തയ്യാറാക്കിയ വ്യക്തി അവിടെയുള്ള വ്യക്തിയോട് ചോദിച്ചതാണ് എന്ത്? ഇവിടെ മക്ബറകൾക്ക് മുമ്പിൽ ആളുകൾ സുജൂദ് ചെയ്യുന്നതായി കാണുന്നു, ഇത് അനിസ്ലാമികമല്ലേ എന്ന് ചോദിച്ചപ്പോ എന്താ ഉത്തരം കൊടുത്തതെന്ന് കേട്ടോളൂ. സുജൂദ് അല്ലാഹുവിന് മാത്രമുള്ളതാണ്, അത് സൃഷ്ടികൾക്ക് വേണ്ടി ചെയ്യൽ അനിസ്ലാമികമാണ്. സുജൂദ് ശരിയാകണമെങ്കിൽ വുളൂ ആവശ്യമാണ്. അതിനാൽ ഭക്തിയാദരപൂർവ്വം വണങ്ങുമ്പോൾ അത് സുജൂദാകുന്നില്ല. ഇത് വുളൂടുക്കാത്ത പരിപാടിയായതുകൊണ്ട് കുഴപ്പമില്ലാന്നാ ഉത്തരം കൊടുത്തത്. കണ്ടില്ലേ, ഈ ഔലിയാക്കന്മാരുടെ മക്ബറക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുന്ന രംഗം കണ്ടില്ലേ? ഈ കേരളത്തിൽ അത് ചെയ്യാൻ കഴിയാത്തത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ഇവിടെ ശക്തമായി നടക്കുന്നു കൊണ്ടാണ്. ഇവർക്കും സുജൂദ് ചെയ്യാൻ പൂതിയില്ലാഞ്ഞിട്ടല്ല, ഇവിടെ അത് നടക്കില്ലെന്നറിയാം. അപ്പോൾ കേരളത്തിന്റെ പുറത്തുള്ള നോക്കൂ നിങ്ങൾ, ജാറങ്ങളിൽ പോയി തൊപ്പിയിട്ട മാപ്പിളമാര് സുജൂദ് ചെയ്യുന്നു. പല സ്ഥലങ്ങളിലും നടക്കുന്ന സുജൂദാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ഇസ്ലാമികമാണോ? ഈ രംഗം കാണുന്ന, ഈ ദൃശ്യം കാണുന്ന എന്റെ ഉമ്മപെങ്ങന്മാരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ മുമ്പിലല്ലാതെ ഈ നിലക്കുള്ള ഒരു വണക്കം, ഒരു സുജൂദ് റബ്ബ് നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ ഏതെല്ലാം രാജ്യങ്ങളിൽ നടക്കുന്നു. ഒരു മഹല്ലിലെങ്ങാനും ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നാൽ ആ ചെറുപ്പക്കാരനെ മഹല്ലിൽ നിന്ന് നിങ്ങൾ ബഹിഷ്കരിക്കാറില്ലേ? ആ ചെറുപ്പക്കാരന്റെ വീട്ടിലാരെങ്കിലും മരിച്ചാൽ മക്ബറ നിങ്ങൾ തടയാറില്ലേ? ആ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് ഒരു കാര്യത്തിനും പോകരുതെന്ന് നിങ്ങൾ 1000 വിലങ്ങുക എന്ന് പറയുന്ന മഹല്ല് ബഹിഷ്കരണം നിങ്ങൾ നടത്താറില്ലേ? അതേ അവസരത്തിൽ ഞങ്ങളും ഇതൊക്കെ എതിർക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടും ഈ അനാചാരങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ മഹല്ലെന്ന് പുറത്താക്കിയിട്ടുണ്ടോ? നിങ്ങളവരെ ബഹിഷ്കരിച്ചിട്ടുണ്ടോ? നിങ്ങളവർക്ക് ഊരുവിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങൾ എന്തേ ഇങ്ങനെ ആയിപ്പോയത്? ഞങ്ങൾ ആരെയും ഊരുവിലങ്ങണം എന്ന അഭിപ്രായക്കാരല്ല. എല്ലാവരും അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിച്ചോട്ടെ, ഓരോരുത്തരും അവരുടെ ആചാരങ്ങൾ ചെയ്തോട്ടെ. പക്ഷേ അതൊന്നും ഇസ്ലാമിന്റെ ലേബിളിൽ വേണ്ട, അതൊന്നും ഇസ്ലാമിന്റെ പേരിൽ വേണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഏത് വിശ്വാസക്കാരനും അവന്റെ പ്രവർത്തനങ്ങൾ അനുസരിച്ച് ചെയ്യാവുന്നതാണ്, അവന്റെ വിശ്വാസമനുസരിച്ച് പ്രവർത്തിക്കാവുന്നതാണ്, ആചരിക്കാവുന്നതാണ്. നമ്മളൊന്നിനും എതിരല്ല, ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ വേണോ? റസൂലുള്ളാഹിയുടെ പേരിൽ വേണോ? സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ തന്നെ വേണോ? ഇനി അജ്മീർ ദർഗ നിങ്ങൾ അംഗീകരിക്കുന്ന ദർഗയല്ലേ? അജ്മീറിൽ കാണുന്ന സുജൂദിന്റെ ദൃശ്യം ഒന്ന് കണ്ടോളൂ. അജ്മീറിൽ കാണുന്ന സുജൂദിന്റെ ദൃശ്യം നിങ്ങൾക്കിതാ ഇവിടെ കാണിക്കുന്നു. അവിടെയും നിങ്ങൾക്ക് കാണാം കൃത്യമായി സുജൂദിന്റെ ആ രൂപത്തിലുള്ള രംഗങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാം. നോക്കൂ നിങ്ങൾ, ഇത് അജ്മീറിലെ രംഗമാണ്. അതേപോലെ മൂപ്പരോട് നമ്മൾ ചോദിച്ചു, സത്യം ചെയ്യൽ നിങ്ങൾ ജാറങ്ങളിൽ വെച്ച് സത്യം ചെയ്യുന്നുണ്ട് അല്ലെ? ജാറങ്ങളിൽ സത്യത്തിന് പോകുന്നുണ്ട്. ഇവര് സത്യം ചെയ്യാൻ വേണ്ടി മഹാത്മാക്കളുടെ ജാറങ്ങളിൽ പോകുന്നുണ്ട്. ആ